കുലാനാം കുലകോടീനാം താരകസ്തത്ര തക്ഷണാത് അധസ്തം സദ്ഗുരും ജ്ഞാത്വാ ത്രികാലമഭിവാദയേത്. ഒരു കുലത്തെ മാത്രമല്ല, കോടിക്കണക്കിന് തലമുറകളെ പോലും ക്ഷണനേരം കൊണ്ട് രക്ഷിക്കുവാൻ ഉത്തമനായ ഗുരുവിന് സാധിക്കും. അപ്രകാരം ഗുരുവിനെ ശരിയായി അറിഞ്ഞ് ദിവസം 3 പ്രാവശ്യമെങ്കിലും സദ്ഗുരുവിനെ അഭിവാദനം ചെയ്യണം. ഇടപെടാതെയുള്ള ഗുരുചിന്തനം ഒരുവന് ആത്മീയ നന്മയെ പ്രദാനം ചെയ്യും എന്നാണ് മംഗളശ്ലോകത്തിൻ്റെ ആശയം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ദർശനമാലയിലെ 4ാമത്തെ ശ്ലോകമാണ് ഇന്ന് ചിന്തനം ചെയ്യുന്നത്. മുൻ ശ്ലോകങ്ങളിലായി കാരണത്തിൽ നിന്ന് ഭിന്നമല്ല കാര്യമെന്ന് ഉറപ്പിച്ചു. പ്രപഞ്ചത്തിൻ്റെ പരമ കാരണം ബ്രഹ്മമാണെന്ന് യുക്തിയുക്തം പ്രതിപാദിച്ചു. എന്നിട്ട് പറഞ്ഞു, പരമകാരണത്തിന് ഉത്പത്തിയോ ലയമോ സാധ്യമല്ല എന്ന്. അപ്പോൾ ജനന മരണങ്ങളില്ലാത്ത ബ്രഹ്മത്തിൽ നിന്നും ജനനവും നാശവുമുള്ള പ്രപഞ്ച ഘടകങ്ങൾ പരിണമിച്ചുണ്ടാകുക സാധ്യമല്ല. അപ്പോൾ ഉത്പത്തിനാശങ്ങൾ സ്വരൂപത്തിൽ സംഭവിക്കുന്ന ഭ്രമദർശനങ്ങൾ മാത്രമാണ്. ഭ്രമമായതുകൊണ്ട് പ്രപഞ്ചം ഉള്ളതല്ല എന്ന് സിദ്ധമായി. അപ്പോൾ കാരണം മാത്രമാണ് ഉള്ളതെന്ന് ബോധ്യമായി. കാര്യരൂപങ്ങൾ പുറന്തള്ളിക്കൊണ്ട് കാരണത്തെ കണ്ടെത്താനുള്ള അപവാദ പ്രക്രിയയ്ക്ക് സഹായകമായ ഒരു തത്വം ഗുരു 4ാം ശ്ലോകത്തിലൂടെ പറഞ്ഞു തരികയാണ്. 4ാം ശ്ലോകം: കാരണാവ്യതിരിക്തത്വാത് കാര്യസ്യ കഥമസ്തിതാ ഭവത്യതഃ കാരണസ്യ കഥമസ്തി ച നാസ്തിതാ. ശ്ലോകം ചൊല്ലുമ്പോൾ വളരെ ശ്രദ്ധയോടെ അക്ഷരങ്ങൾ തെറ്റുവരാതെ ഉച്ചരിക്കണം. കൃതി വിവരണവും ശ്ലോകാലാപനവും അതുപോലെ തന്നെ അതിൻ്റെ പദച്ഛേദങ്ങളും എല്ലാം ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം വേണം ശ്ലോകം ചൊല്ലി ഗ്രൂപ്പിൽ സമർപ്പിക്കാനായിട്ട്. ആദ്യം നമുക്കിതിൻ്റെ പദച്ഛേദമൊന്ന് പരിശോധിക്കാം. കാരണാവ്യതിരിക്തത്വ, അവിടെ ണ എന്ന ദീർഘമുണ്ട്. കാരണാവ്യതിരിക്തത്വ അല്ലെങ്കിൽ കാരണവ്യതിരിക്തത്വ ആയി പോകും. അതുകൊണ്ട് കാരണ പ്ലസ് അവ്യതിരിക്തത്വാത്, അവിടെ അകാരമുണ്ട്. വ്യതിരിക്തത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവ്യതിരിക്തം. അപ്പോൾ കാരണ പ്ലസ് അവ്യതിരിക്തത്വാത്, അപ്പോൾ 2 അകാരങ്ങൾ ചേരുമ്പോൾ ആന്ന് ദീർഘം വരണം. കാരണാവ്യതിരിക്തത്വാത്, കാരണ പ്ലസ് അവ്യതിരിക്തത്വാത്. കാര്യസ്യ ഒറ്റപദമാണ്. അടുത്തത് കഥമസ്തിത, കഥം പ്ലസ് അസ്ഥിത, കഥം പ്ലസ് അസ്ഥിത, കഥമസ്ഥിത. അതിനുശേഷം ഭവത്യതഃ, ഭവതി പ്ലസ് അതഃ, ഭവതി ഒരു ക്രിയാരൂപമാണ്, പ്ലസ് അതഃ ഭവത്യതഃ കാരണസ്യ കഥമസ്തി, കഥം പ്ലസ് അസ്തി, കഥം പ്ലസ് അസ്തി കഥമസ്തി ച നാസ്തിത, ന പ്ലസ് അസ്തിത, ന പ്ലസ് അസ്തിത നാസ്തിത, കഥം പ്ലസ് അസ്തി കഥമസ്തി, ന പ്ലസ് അസ്തിത നാസ്തിത. ഇങ്ങനെയാണ് ഇതിൻ്റെ പദച്ഛേദം. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും
പദാനുപദമർത്ഥവും ഇതിൻ്റെ ആശയവും നോക്കാം. നോക്കൂ. കാരണാവ്യതിരിക്തത്വാത്, അതായത് കാരണത്തിൽ നിന്നും വേർപെട്ടതല്ലാത്തത് കൊണ്ട്, ഒന്നായതുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. കാരണത്തിൽ നിന്നും വേർപെട്ടതല്ലാത്തത് കൊണ്ട് കാര്യസ്യ, കാര്യത്തിന് അസ്ഥിത, പ്രത്യേകമായ നിലനിൽപ്പ്, ഒരു ഉണ്മ. കഥം ഭവതി, ഇവിടെ കഥം എന്നുള്ളത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യവാചക ശബ്ദമാണ്. എങ്ങനെ ഉണ്ടാവാനാണ്? നമ്മോട് ചോദിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണത്തിൽ നിന്ന് വേർപെട്ടതല്ലാത്തത് കൊണ്ട് കാര്യത്തിന് അസ്ഥിത, പ്രത്യേകമായ നിലനിൽപ്പ്. കഥം ഭവതി, എങ്ങനെ സംഭവിക്കാനാണ്? അതഹ, അതുകൊണ്ട് കാരണസ്യ, കാരണത്തിന് നാസ്തിത, ഇല്ലായ്മ. കാര്യമില്ലാത്തത് കൊണ്ട് കാരണത്തിന് ഇല്ലായ്മയും, നാസ്തിത, ഒരിടത്ത് അസ്ഥിതയും, ഇവിടെ രണ്ടാമത്തെ ഭാഗത്ത് നാസ്തിതയുമാണ് പറയുന്നത്. അസ്ഥിത എന്ന് വെച്ചാൽ പ്രത്യേകമായ നിലനിൽപ്പ്, നാസ്തിത എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ആണ്. അതഹ, അതുകൊണ്ട്, 3ഉം 4ഉം വരിയുടെ അന്വയവും ആണ് അർത്ഥവുമാണ് പറയുന്നത്. അതഹ, അതുകൊണ്ട്, കാരണസ്യ, കാരണത്തിന്, നാസ്തിത, ഇല്ലായ്മയും, കഥം ഭവതി, എങ്ങനെ സംഭവിക്കാനാണ് എന്ന് ഗുരു നിങ്ങളുടെ യുക്തി വെച്ച് ചിന്തിച്ചു നോക്കൂ. ഇതെങ്ങനെ സംഭവിക്കും എന്ന് ഗുരു നമ്മോട് ചോദിക്കുകയാണ്. ഇത് ഓരോ ശ്ലോകങ്ങളും നമ്മളോട് ഒരു കുഞ്ഞിനെ അടുത്ത് വിളിച്ചിരുത്തി വളരെ വ്യക്തതയോടെ പറഞ്ഞു തരുന്നത് പോലെയാണ് ഓരോ ശ്ലോകങ്ങളും ഗുരു ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. നോക്കൂ, ഇതിൻ്റെ സാരാംശം പറയുമ്പോൾ 4ാം ശ്ലോകത്തിൻ്റെ സാരാംശം, കാരണത്തിൽ നിന്നും വേർപെടാത്തതാണെങ്കിൽ കാര്യം പ്രത്യേകം എങ്ങനെ ഉള്ളതായി തീരും, അല്ലെങ്കിൽ എങ്ങനെ പ്രത്യേകം അത് ഉള്ള വസ്തുവായി മാറും? രണ്ടും ഒന്നാണെങ്കിൽ ഒന്ന് പ്രത്യേകം ഉള്ളതായി എങ്ങനെ മാറുന്നത് എന്നാണ് പറയുന്നത്. കാര്യം പ്രത്യേകം ഇല്ലെന്നതുകൊണ്ട്, അതായത് കാരണത്തിൽ നിന്നും വേർപെടാത്തതാണെങ്കിൽ കാര്യം പ്രത്യേകം ഉള്ളതായി എങ്ങനെ തീരാനാണ്, എങ്ങനെ മാറാനാണ്? ഇനിയോ, അപ്പോൾ കാര്യം പ്രത്യേകം ഇല്ലെന്നാണ് എങ്കിൽ കാരണമില്ലെന്നും പറയാൻ കഴിയുമോ? എങ്ങനെ പറയാൻ കഴിയും? കാര്യമില്ലാത്തത് കൊണ്ട് കാരണവും ഇല്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും എന്നാണ് ഗുരു നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തതയോടെ, ശ്രദ്ധയോടെ വേണം നമ്മൾ ഈ ശ്ലോകം മനനം ചെയ്യാനായിട്ട്. ഒരു നഗാരം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ അതിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോകും. ശ്രദ്ധിക്കുക. ദർശനമാലയിലെ 4ാം ശ്ലോകത്തിലൂടെ പ്രപഞ്ചത്തിന്റെ അസ്തിത്വത്തെ അപവദിക്കുകയാണ്. എന്നിട്ടോ ബ്രഹ്മത്തിന്റെ അസ്തിത്വത്തെ ഇവിടെ ഉറപ്പിച്ചു തരുന്നു ഗുരു നമുക്ക്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രാപഞ്ചിക ജീവികളായി പ്രപഞ്ചം സത്യമെന്ന് കരുതി ജീവിക്കുന്ന നമ്മോട് ഗുരു പറഞ്ഞു തരുന്നത് പ്രപഞ്ചത്തിന്റെ മുഴുവനായിട്ടുള്ള ഒരു നിരാസമല്ല, പ്രപഞ്ചത്തെ നിരസിക്കുകയല്ല എന്നത് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കാര്യരൂപമായ പ്രപഞ്ചത്തിന് ഒരു തരത്തിലുള്ള ഉണ്മയും ഇല്ല എന്നല്ല പറയുന്നത് എന്ന് ഓർക്കണം. കാരണത്തിൽ നിന്നും വേറിട്ടുള്ള ഉണ്മയില്ല എന്നേ പറയുന്നുള്ളൂ. അവിടെ പ്രത്യേകം എടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണത്. അതായത് ഇനിയിപ്പോൾ നമ്മൾ ദർശനമാലയൊക്കെ പഠിച്ചു പ്രപഞ്ചം ഇല്ലാത്തതാണ്, എന്തിനാണ് ജോലി ചെയ്യുന്നത്, എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്, എന്തിനാണ് ബാക്കി കാര്യങ്ങൾ എന്ന് കരുതി അന്ന് വെറുതെ ഇരുന്നേക്കാമെന്ന് കരുതരുത്, അല്ലേ? ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നുണ്ട് ശരിയായ രീതിയിൽ ഗ്രഹിച്ചില്ല എങ്കിൽ. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ മനനം ചെയ്ത് ചിന്തിച്ചുറപ്പിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. കാരണത്തിൽ നിന്നും വേറിട്ടുള്ള ഉണ്മയില്ല എന്നേ പറയുന്നുള്ളൂ എന്ന് പ്രത്യേകം ഓർക്കണം. കാരണം അതിന് ഉദാഹരണം ഗുരു എപ്പോഴും നമ്മോട് പറഞ്ഞു തരുന്ന കടലിനെയാണ് ഗുരു സത്യം ഉറപ്പിക്കാനായിട്ട് ഉദാഹരണമായി പറഞ്ഞു തരുന്നത്. മൃഗതൃഷ്ണികയും കടലുമൊക്കെ എപ്പോഴും ഗുരുവിൻ്റെ കൃതികളിലൂടെ ഇങ്ങനെയൊക്കെ കടന്നു പോകുന്നുണ്ട്.
അതായത് കടലിൽ സത്യമായിരിക്കുന്നത് വെള്ളമാണ്, അല്ല ജലമാണ് കടലിലെ സത്യം. അവിടെ ആർക്കും സംശയമില്ലല്ലോ. ആ വെള്ളത്തിൽ അപ്പോഴപ്പോൾ ഉണ്ടായി മറയുന്ന പ്രതീതികൾ മാത്രമാണ് തിരകൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ വെള്ളത്തിൽ നിന്ന് ഉയർന്ന് ഉണ്ടായി മറിഞ്ഞിങ്ങനെ മറയുന്ന ആ അലകള് വെറും പ്രതീതികൾ മാത്രമാണ് അതിലെ തിരകൾ. വെള്ളത്തിൽ നിന്നും വേറിട്ട് ഒരു നിലനിൽപ്പ് തിരക്കില്ല. വെള്ളത്തിന്റെ ഉണ്മ തന്നെയാണ് തിരയിലും ഉള്ളത്. അതാണ് ശ്രദ്ധിക്കേണ്ട വാക്യമാണ്. എന്താണോ വെള്ളം അതിന്റെ ഉണ്മ തന്നെയാണ് ആ പ്രതീതിക്കുമുള്ളത്, തിരയിലുമുള്ളത്. തിരയ്ക്ക് സ്വന്തമായൊരു ഉണ്മ ഇല്ല എന്നർത്ഥം. അതുപോലെ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു നിലനിൽപ്പ് പ്രപഞ്ചത്തിനില്ലേയില്ല. നമ്മുടെയൊക്കെ കൺമുമ്പിൽ നാം നോക്കുമ്പോൾ ഉണ്ടെന്ന് തോന്നുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഉണ്മ എന്തിൻ്റെതാണ്? ബ്രഹ്മത്തിൻ്റെതാണ്. നമ്മൾ പറഞ്ഞില്ലേ, അസ്തി ചേത് സദ്ഘനം, അല്ലേ? നാസ്തി ചേത് അസ്തി ചിത്ഘനം. ഉണ്ടെന്ന് തോന്നുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഉണ്മ എന്തിൻ്റെതാണ്? ഇവിടെ ഒരു ഉണ്മയുണ്ടെങ്കിൽ അത് ബ്രഹ്മത്തിൻ്റെതാണ്. പ്രപഞ്ചം നമ്മുടെ പ്രത്യക്ഷാനുഭവമാണ്. സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ ഇപ്രകാരം അതിന് സ്വന്തമായി ഉണ്മയില്ല എന്ന് ബോധ്യമാകും. അതിന് ഗുരുവിൻ്റെ മറ്റ് കൃതികളിലൂടെയൊക്കെ നമ്മൾ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് എല്ലായിടത്തും ഇതിന് ഉപോത്ഫലകമായി ഗുരു പറയുന്നത് കാണാൻ സാധിക്കും. ആത്മോപദേശ ശതകത്തിലെ പല ശ്ലോകങ്ങളും നമുക്കിതോട് ചേർത്ത് വെച്ച് പഠിക്കാവുന്നതാണ്. ഉലകിനു വേറൊരു സത്തയില്ല, അതുണ്ടെന്നുലകരുരപ്പത് സർവമോഹഹീനം. ജലനു വിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ. ഇവിടെയും യുക്തിഹീനമാണ്. ഇവിടെ ഗുരു പറയുകയാണ്, ജലനു വിലേശയമെന്ന് തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ. മനോഹരം. നമ്മൾ പലയിടത്തും ഇത് കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും പഠിച്ച് പോവുക. മനോഹരമായ പൂമാല എങ്ങനെയാണ് നാഗമായി മാറുന്നത്, അല്ലെ? ഉലകിന് ബ്രഹ്മസത്തയല്ലാതെ വേറൊരു സത്തയില്ല എന്നാണ് പറയുന്നത്. ഇവിടെ കാരണസത്ത മാത്രമേ ഉള്ളൂ എന്നാണ് ഗുരു പറഞ്ഞു തരുന്നത്. അത് പ്രകടഭാവം കൈകൊള്ളുമ്പോൾ പ്രപഞ്ച പ്രതീതി ഉണ്ടാകുന്നു. പ്രകടഭാവങ്ങൾ വന്നും പോയും ഇരിക്കും. കടലിലെ തിരമാല പോലെ. അല്ല, അവിടെയും ഗുരു, ആ ശ്ലോകത്തിലും ഗുരു കടലിലെ തിരമാലയാണ് ഉദാഹരണമായി പറയുന്നത്. കടലിലെ ഏത് രൂപത്തിൽ പറഞ്ഞാലാണ് സാധാരണ മനുഷ്യന്റെ ഉള്ളിലേക്ക് സത്യം ഉറയ്ക്കുന്നത്? അതിന് അനുയോജ്യമായ ഉദാഹരണമാണ് ഗുരുവിന്റെ കൃതികളിലുടനീളം എടുത്തിരിക്കുന്നത്. അതീവ രഹസ്യമായ, അതീവ ആഴത്തിലുള്ളൊരു തത്വത്തെ ഗുരു എത്ര ലളിതമായാണ് മനുഷ്യരാശിക്ക് മുന്നിലേക്ക് വച്ചു തരുന്നത് എന്ന് നോക്കൂ. ഈ സത്യം കേൾക്കാനാകുന്നത് എത്രയോ ഭാഗ്യമാണ്. കടലിലെ വെള്ളത്തിന് മാറ്റമില്ലാത്തതുപോലെ പ്രപഞ്ച പ്രതീതിക്ക് പിന്നിലിരിക്കുന്ന ബ്രഹ്മസത്ത കാലാതീതമാണ് എന്ന് പറയുന്നു. പ്രപഞ്ച ഘടകങ്ങൾ ഉണ്ടായി മറയുന്നതിനാലാണ് അവയുടെ സത്യം എന്തെന്ന് നാം അന്വേഷിക്കുന്നത്. മാറ്റമില്ലാത്തൊരു വസ്തുവാണ് എങ്കിൽ നമ്മൾ അതിൻ്റെ സത്യത്തെ അന്വേഷിക്കുകയേയില്ല. നാം കാണുന്ന പ്രപഞ്ചത്തിൽ ഓരോ വസ്തുക്കളും ഉണ്ടായി മറയുന്നു പോകുന്നു. ഇന്ന് കാണുന്ന നാം നാളെ ഇല്ല. ഉണ്ടായി മറയുന്ന പ്രപഞ്ച ദൃശ്യങ്ങൾ ഭ്രമമാണെന്ന് യുക്തിപൂർവ്വം നാം തെളിയിച്ചു. ആ ഉറപ്പിൽ നീങ്ങുമ്പോൾ സാധാരണ മനുഷ്യന് സംശയം വരാം. കാര്യരൂപമായ പ്രപഞ്ചം ഇല്ലാത്തതാണെങ്കിൽ കാരണവും ഇല്ലെന്ന് വരില്ലേ എന്ന്. കാര്യമില്ലാത്തത് കൊണ്ട് കാരണം മാത്രമേയുള്ളൂ എന്നാണ് ഇതിനുത്തരം. ശ്രദ്ധിക്കുക. കാര്യരൂപമായ പ്രപഞ്ചമില്ലാത്തതാണെങ്കിൽ കാരണവും ഇല്ലെന്ന് വരും, അല്ലെ? അങ്ങനെ സംശയം നമുക്ക് വരുമ്പോൾ
അതിന് ഉത്തരം എന്താണ്? കാര്യമില്ലാത്തത് കൊണ്ട് കാരണം മാത്രമേ ഉള്ളൂ ഇവിടെ എന്നാണ്. രണ്ടായി കാണരുത് എന്നർത്ഥം. കാരണാവ്യതിരിക്തത്വാത്, അവ്യതിരിക്തത്വാത്, മാറ്റമില്ലാത്തത് കൊണ്ട്, കാരണത്തിൽ നിന്ന് വേർപെടാത്തതിനാൽ. അതാണ് വ്യതിരിക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? വേർപെടുക. അവ്യതിരിക്തം വേർപെടാത്തത് കൊണ്ട്, അപ്പോൾ കാരണത്തിൽ നിന്ന് വേർപെടാത്തതായതിനാൽ കാര്യം പ്രത്യേകം എങ്ങനെയുള്ളതായിത്തീരും? എങ്ങനെയാണ് കാര്യം പ്രത്യേകമുള്ളതായിത്തീരുന്നത് എന്ന് ഗുരു ചോദിച്ചിരിക്കുകയാണ്. ഗുരുവിന്റെ വേദാന്ത സൂത്രം 17ാമത്തെ സൂത്രം, ഇതിനകത്ത് കോട്ട് പല വേദാന്ത സൂത്രത്തിലെ പല സൂത്രങ്ങളും പറയുന്നുണ്ട്. അതെല്ലാം വേദാന്ത സൂത്രം എന്ന് പേരിട്ട് വേറെ എഴുതി വെച്ച് ആ സൂത്രത്തിന്റെ അർത്ഥവും കൂടി ഒന്ന് മനനം ചെയ്ത് പോകണം. വേദാന്ത സൂത്രത്തിലെ 17ാമത്തെ സൂത്രത്തിൽ പറയുന്നുണ്ട് ഗുരു, തദ്വത് തസ്മാത്. തദ്വത് തസ്മാത്, അതിന്റെ അർത്ഥം തദ്വത് എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് കാണപ്പെടുന്നതൊക്കെ തസ്മാത്, അതിൽ നിന്നും ഉണ്ടായതാണ്. നോക്കൂ, എത്ര കൃത്യമായാണ് ഗുരു സത്യത്തെ പലയിടങ്ങളിലായി നമ്മോട് പറഞ്ഞു തരുന്നത്. സൂത്രരൂപത്തിലും ശ്ലോകരൂപത്തിലും ഗദ്യരൂപത്തിലും ഒക്കെ പരമകാരുണികനായ ആ ചൈതന്യത്തിന് പറഞ്ഞു തരാനുള്ള കാര്യം ഒന്നു മാത്രമാണ്. തദ്വത് തസ്മാത്, അതിനോട് ചേർന്ന് കാണപ്പെടുന്നതൊക്കെ അതിൽ നിന്നും ഉണ്ടായതാണ് എന്ന സൂത്രാർത്ഥം. ബ്രഹ്മാനുഭവം എവിടെയായാലും അധിഷ്ഠാനത്തോട് ചേർന്ന് അനുഭവപ്പെടുന്നവയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു സെന്റൻസ് ആണ്. ബ്രഹ്മം എവിടെയുണ്ടോ അവിടെയൊക്കെ ഒരു അധിഷ്ഠാന സത്തയുണ്ട്. അധിഷ്ഠാനമില്ലെങ്കിൽ ബ്രഹ്മാനുഭവം ഇല്ല എന്നാണ് നാം ഊഹിക്കേണ്ടത്. മരുഭൂമിയിൽ വെള്ളമില്ല. അതുകൊണ്ട് മരുഭൂമിയോട് ചേർന്ന് കാണുന്ന വെള്ളം മരുഭൂമിയിൽ നിന്ന് തന്നെ പൊന്തിക്കാണുന്ന ബ്രഹ്മദർശനമാണ്. അതേപോലെ ബ്രഹ്മാധിഷ്ഠാനത്തോട് ചേർന്ന് കാണപ്പെടുന്ന പ്രപഞ്ച ദൃശ്യങ്ങൾ ബ്രഹ്മത്തിൽ നിന്ന് തന്നെ പൊന്തി വന്നവയാണെന്ന് തീരുമാനിക്കപ്പെടുന്നു. ഇവിടെയൊക്കെ കാരണാവ്യതിരിക്തത്വാത്, കാരണത്തിൽ നിന്ന് വ്യതിരിക്തമല്ലാത്തതിനാൽ, വേറെയല്ലാത്തതിനാൽ കാര്യത്തിന് അസ്തിത്വമില്ല എന്നത് ബോധ്യമാവുന്നതാണ്. അദ്വൈത ദീപികയിലെ 2ാം ശ്ലോകത്തിലൂടെ ഗുരു പറഞ്ഞു തരികയാണ്, നേരല്ല ദൃശ്യമിതു ദൃക്കിനെ നീക്കി നോക്കിൽ, വേറല്ല വിശ്വമറിവാം മരുവിൻ പ്രവാഹം, കാര്യത്തിൽ നിൽപ്പതിഹ കാരണസത്ത എന്നേ, വേറല്ല വീജിയിലിരിപ്പതു വാരിയത്രേ. ദൃശ്യം, കാഴ്ചയും ശ്രദ്ധിക്കേണ്ട. നമ്മൾ ഗുരുവിന്റെ കൃതികൾ പഠിക്കുമ്പോൾ ദൃക്കും ദൃശ്യവും എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ദൃശ്യം എന്ന് പറഞ്ഞ കാഴ്ചകളാണ്. ദൃക്ക് കാണുന്നയാളുമാണ്. ഈ പുറമേ കാണുന്ന കാഴ്ചയൊന്നും നേരല്ല, ഗുരു പറഞ്ഞു തരികയാണ്. ശരിക്കും നമുക്ക് വളരെയധികം സങ്കടം തോന്നും ചിലപ്പോൾ. ഗുരു എത്ര വാക്കുകളാണ് നമ്മെ ഈ സത്യം ബോധ്യപ്പെടുത്താനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ, വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യം തന്നെ ആവർത്തിച്ച് ഗുരു നമ്മോട് പറഞ്ഞു തന്നിട്ടും നമുക്കിത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ശരിക്കും വളരെയേറെ വിഷമം തോന്നാറുണ്ട്. നോക്കൂ, പറയാണ്, ഈ പുറമേ കാണുന്നതൊന്നും നേരല്ല. ദൃക്കിനെ നീക്കി നോക്കിൽ വേറല്ല വിശ്വം. കാഴ്ച കാണാൻ വിസമ്മതിച്ചുകൊണ്ട് കാഴ്ചക്കാരൻ മാറി നിന്നാൽ, അതാണ് ദൃക്കിനെ നീക്കി നോക്കിൽ, അല്ലെ? കാഴ്ചകളൊന്നും കാണണ്ട, ഇതൊന്നും സത്യമല്ല എന്ന് വിസമ്മതിച്ചുകൊണ്ട് കാഴ്ചക്കാരൻ മാറി നിന്നാൽ ദൃശ്യങ്ങളെല്ലാം എങ്ങുന്നില്ലാതെ മറഞ്ഞു പോകുന്നതാണ്. പ്രപഞ്ചമായി കാണുന്ന ഈ കാഴ്ച അതിന്റെ കാരണമായ ബോധസത്തയിൽ നിന്നും ഭിന്നമല്ല. അതാണ് ഗുരു പറഞ്ഞത്. കാര്യത്തിൽ നിൽപ്പതിക കാരണസത്തയെ, വേറല്ല വീജിയിൽ ഇരിപ്പതു വാരിയത്രേ.
വീചി എന്ന് വെച്ചാൽ തിരമാല. തിരമാലയിൽ ഇരിക്കുന്നത് മറ്റൊന്നുമല്ല, വാരിയത്രേ. ജലം തന്നെയാണ് തിരമാലയിൽ ഇരിക്കുന്നത്. സത്യവസ്തുവിൽ മരുഭൂമിയിൽ കാനൽ ജലം പോലെ പ്രതിഭാസിക്കുന്നതാണ് പ്രപഞ്ചം. വിശ്വം അറിവാം. അറിവെന്താണ്? ബോധം. ബോധത്തിലെ, അറിവിലെ വെറും കാഴ്ച മാത്രമാണ് പ്രപഞ്ചമെങ്കിൽ അറിവും പ്രപഞ്ചവും ഒന്നാണെന്നത് തീർച്ചയാണ്. അവിടെയും ഗുരു ആവർത്തിച്ച് പറഞ്ഞു തരുന്നുണ്ട്, കാരണത്തിൽ ഇല്ലാതിരുന്നതൊന്നും കാര്യത്തിൽ ഉണ്ടാവുക സാധ്യമല്ല എന്ന്. ഭവത്യതഃ കാരണസ്യ കഥമസ്തി ച നാസ്തിത. അതഃ അതുകൊണ്ട്, കാരണസ്യ കാരണത്തിന്, നാസ്തിത ഇല്ലായ്മയും, കഥം അസ്തി എങ്ങനെ ഭവിക്കും? അതായത് കാര്യം പ്രത്യേകം ഇല്ലെന്നുള്ളത് കൊണ്ട് കാരണമില്ലെന്ന് എങ്ങനെ പറയാനാകും എന്ന് ചോദിക്കുകയാണ് ഗുരു. ഇവിടെ ചിന്തിക്കേണ്ടത്, വാസ്തവത്തിൽ ഇല്ലാത്ത ഭ്രമദർശനങ്ങൾ ഉള്ള ഏതെങ്കിലും വസ്തുവിനെ ആശ്രയിച്ചേ സംഭവിക്കൂ എന്നുള്ളത് വീണ്ടും പറയുകയാണ്. കയറിലെ പാമ്പ്, മരുഭൂമിയിലെ ജലം, ഇതൊക്കെ ഗുരു നമുക്ക് ആവർത്തിച്ച് പറഞ്ഞു തരുന്ന ഉദാഹരണമാണ്. ഭഗവാൻ പറഞ്ഞു തരുന്ന ഈ ഉദാഹരണത്തിന് അപ്പുറം പറയാൻ നമ്മൾ ആരാണ്? ഇത് തന്നെ സത്യമുറപ്പിക്കാൻ ഏറ്റവും വ്യക്തമായ വേദാന്ത ശാസ്ത്രം കാണിക്കുന്ന ഉദാഹരണം. കയറുള്ളതാണ്, മരുഭൂമിയും ഉള്ളതാണ്, അവിടെ സംശയമില്ല. ഇവ ഉള്ളതുകൊണ്ടാണ് അവയിൽ പാമ്പും ജലവും ഉള്ളതുപോലെ കാണപ്പെടുന്നത്. അപ്പോൾ ഇല്ലാത്ത കയറിലെ പാമ്പും മരുഭൂമിയിലെ ജലവും, അപ്പോൾ ഈ രണ്ട് വസ്തുക്കളും നമുക്ക് ഒരു ഉണ്മയെ അറിയിച്ചു തരുന്നുണ്ട്. കയറിലെ പാമ്പും മരുഭൂമിയിലെ ജലവും ഒരു ഉണ്മയെ അറിയിച്ചു തരുന്നു എന്ന് ഗുരു പറയുകയാണ്. ഭ്രമദർശനങ്ങളെ സത്യമെന്ന് കരുതുന്നതാണ് പ്രശ്നം. അടുത്തു ചെന്ന് അവയുടെ യഥാർത്ഥ സ്വരൂപം പരിശോധിക്കുമ്പോഴാണ് അവ ഇല്ലാത്തതാണെന്ന് തെളിയുന്നത്. അതോടെ ബ്രഹ്മദർശനത്തിന് ആധാരമായ ഉണ്മയും മറ നീക്കി തെളിയുകയാണ്. തെളിഞ്ഞു കിട്ടും. പ്രപഞ്ചത്തിന്റെ സ്ഥിതിയും ഇത് തന്നെയാണ്. പ്രപഞ്ച ദർശനങ്ങൾ എപ്പോൾ ഇല്ലാത്തതാണെന്ന് തോന്നുന്നുവോ അപ്പോൾ അവയ്ക്ക് ഏകാശ്രയമായ വസ്തു തെളിയും. സത്യം തെളിയണമെങ്കിൽ തിരഞ്ഞു തേരിടേണം എന്നാണ് ഗുരു പറഞ്ഞു തരുന്നത് നമുക്ക്. ആത്മോപദേശ ശതകത്തിൽ 2ാമത്തെ ശ്ലോകത്തിലൂടെ ഗുരു പറയുന്നുണ്ടല്ലോ, കരണവും ഇന്ദ്രിയവും കളേവരം തൊട്ടറിയുമനേക ജഗത്ത് മോർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം. അല്ലെ? കരണവും അന്ധക്കരണവും ഇന്ദ്രിയങ്ങളും ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളും ചേർന്ന ഇന്ദ്രിയ സമൂഹവും കളേബരം തൊട്ട് സ്വന്തം ശരീരവും ചേർന്ന് അറിയുന്ന എണ്ണമറ്റ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട പ്രപഞ്ചവും ചിന്തിച്ചറിഞ്ഞാൽ പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം. നിർവികൽപക ജ്ഞാനത്തിൽ, അതായത് തൻ്റെ തന്നെ ദഹരാകാശത്തിൽ, പരവെളിയിൽ, നിർവികൽപക ജ്ഞാനം തൻ്റെ ഉള്ളിൽ തന്നെ, തന്നിൽ തന്നെ ദഹരാകാശത്തിൽ തെളിഞ്ഞനുഭവിക്കുന്ന പരമാത്മസൂര്യന്റെ ദിവ്യരൂപം തന്നെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. തൻ്റെ ഉള്ളിൽ തന്നെയാണെല്ലാം. പിന്നെയും 3ാം ശ്ലോകത്തിലൂടെ ഗുരു പറഞ്ഞു തരികയാണ്, വെളിയിലിരുന്നു വിവർത്തമെങ്ങു കാണും വെളി മുതലായ വിഭൂതി 5 മോർത്താൽ ജലനിധി തന്നിലുയർന്നിടും തരംഗാവലിയതുപോലെ അഭേദമായി വരേണം. നോക്കൂ, വെളിയിലിരുന്ന്, അവിടെ വെളി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർവികൽപക ജ്ഞാനസ്വരൂപമായ ബ്രഹ്മത്തിൽ എന്നർത്ഥം. തൻ്റെ തന്നെ ആ പരവെളി തന്നെയാണ് വെളി. ഈ ഉള്ളിൽ, ഈ നിർവികൽപക ജ്ഞാനസ്വരൂപമായ ബ്രഹ്മത്തിൽ വിവർത്തമായി കാണുന്നത്.
എന്താണ് വിവർത്തനം എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ? സത്യവസ്തുവിനെ മറച്ചുകൊണ്ട് തെറ്റായി കാണിച്ചു തരികയാണ്. വിവർത്തമായി കാണുന്ന സ്വരൂപത്തിന് ചലനമോ മാറ്റമോ ഉണ്ടാക്കാതെ പൊന്തി കാണപ്പെടുന്ന വിവർത്ത കാര്യരൂപങ്ങളായ ആകാശം തുടങ്ങിയ വിവിധ രൂപത്തിൽ കാണുന്ന ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ അല്ലേ? ആകാശം തുടങ്ങി വിവിധമായി കാണപ്പെടുന്ന പഞ്ചഭൂതങ്ങൾ അഞ്ചും ചിന്തിച്ചു നോക്കിയാൽ സമുദ്രത്തിൽ കാണപ്പെടുന്ന തിരമാലകൾ എന്ന പോലെ, എല്ലായിടത്തും ഗുരു സമുദ്രത്തിലെ തിരമാലകളെയാണ് ഉദാഹരണമായി പറയുന്നത്. അതായത് സമുദ്രത്തിൽ കാണപ്പെടുന്ന തിരമാലകൾ പോലെ കാരണത്തിൽ നിന്നും ഒരു ഭേദവുമില്ലാത്തവയാണെന്ന് കാണേണ്ടതാണ് എന്ന് പറയുകയാണ്. ഗുരുവിൻ്റെ കൃതികൾ പഠിക്കുമ്പോൾ, ദർശനമാല പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗുരുവിൻ്റെ ഓരോ കൃതിയിലേക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോഴും നിങ്ങൾക്ക് വ്യാഖ്യാനം ചെയ്തു തരാൻ ആൾ പോലും ആവശ്യമില്ല. ഓരോ ശ്ലോകങ്ങളും നിങ്ങൾ വ്യക്തമായി പഠിച്ചു പോകുക. കൃതി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നത് തീർച്ചയായും അവനവൻ്റെ ബുദ്ധിയിൽ നിന്ന് വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ഇതിൻ്റെ സത്യം ഉറച്ചു തന്നെ പോകും. പിന്നെ ഒരാഴ്ച നമുക്ക് റിവിഷൻ കിട്ടുന്നുണ്ട്. റിവിഷൻ കിട്ടുമ്പോൾ നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളെല്ലാം ഒന്ന് വായിച്ച് ഉരുവിട്ട് കൊണ്ടുവേണം പോകാൻ. ജീവിതകാലം മുഴുവനും ഒരു വിദ്യാർത്ഥിയാണ് നമ്മൾ. ഈ ലോകത്തുള്ള അറിവിലെ ഒരു അംശം പോലും സംശീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ജീവിതം പൂർത്തിയാകാൻ സാധിക്കുകയില്ല. അത്രയ്ക്ക് ഗഹനമാണ്, വ്യാപ്തിയുള്ളതാണ് ജ്ഞാനത്തിന്. അപ്പോൾ കിട്ടുന്ന സമയം ഇവിടെ പ്രായഭേദമോ ഒന്നുമില്ല. ജ്ഞാനാർജനത്തിനു വേണ്ടി ജീവിതത്തിൽ സമയം മാറ്റിവെക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത് സത്യജ്ഞാനാർജനമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പരം ഒരു വലിയ ശ്രേഷ്ഠകർമ്മം ഈ ലോകത്ത് ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല എന്നറിയണം. നാം നേടുന്ന ഈ സത്യം മാത്രമേ നമുക്ക് കൂട്ടായുള്ളൂ ഈ ജീവിതയാത്രയിൽ എന്ന് നല്ലവണ്ണം വിചാരം ചെയ്യണം. പ്രപഞ്ചമിഥ്യാത്വത്തെ വിചാരം ചെയ്തറിയുന്നു വേദാന്തം. അത്ഭുതകരമായ ഭ്രമ ദർശന രഹസ്യമാണ് ഗുരു അത കാരണസ്യ നാസ്തിത കഥമസ്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. കാര്യമില്ലാത്തത് കൊണ്ട് തന്നെ കാരണം ഉണ്ടായേ പറ്റൂ എന്ന് ഗുരു നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തന്നിരിക്കുകയാണ്. കാരണം മാത്രമേ ഉള്ളൂ ഇവിടെ. കാര്യം തോന്നലാണ്. കാരണവും കാര്യവും ഒന്ന് തന്നെ എന്നറിഞ്ഞാണ് ജ്ഞാനികളുടെ വാസം. അവർ സമാധിയിലിരുന്നാലും ലോകകാര്യങ്ങളിൽ ഏർപ്പെട്ടാലും ആനന്ദമാണ്, ഘനീഭവിച്ച ബോധമാണ് എല്ലാം എന്നറിഞ്ഞ് അനുഭവിക്കുന്നത് കൊണ്ടാണത്. പരമകാരണത്തെ അറിഞ്ഞവന് കാര്യം വെറും മിഥ്യ. സൃഷ്ടി പ്രളയങ്ങളില്ല തന്നെ. അതുറപ്പിച്ചു വേണം യാത്ര തുടരാൻ. ഉറപ്പിച്ച്. അതിനാദ്യമായി വേണ്ടത് ശ്രദ്ധയാണ്. ഗുരുപദിഷ്ട വേദാന്ത വാക്യങ്ങളിൽ വിശ്വാസമാണ് ശ്രദ്ധ. ഗുരുവിൽ ഭക്തിയും വിശ്വാസവുമാണ് ആദ്യമായി ഉണ്ടാകേണ്ട യോഗ്യത. എന്നാലേ സത്യം തെളിഞ്ഞ് മുന്നോട്ട് പ്രയാണം ചെയ്യാനാവുകയുള്ളൂ. ഇതറിയും തോറും അഹങ്കാര ലേശം പോലും നമ്മളിൽ ഉണ്ടാകരുത്. പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും എല്ലാത്തിനുമുപരി ഇതിന് വേദിയൊരുക്കുന്ന ഇതിൻ്റെ ചാലക ശക്തികളെയും ചലിപ്പിക്കുന്നത് പരമകാരുണികനായ ഗുരു തന്നെയാണ്. അവിടെ ആർക്കും സംശയം വേണ്ട. ഇവിടെ യുക്തിയാണ് ഗുരു നമ്മോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. യുക്തിയുടെ പ്രത്യേകത എന്താണ്? മറ്റു കാര്യങ്ങൾ പഠിക്കുന്നത് പോലെയല്ല അത്. പരാവിദ്യയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ അഥവാ ലോകവിദ്യ, അപരാവിദ്യ പഠിക്കുമ്പോൾ നമുക്കതിനെ അനുഭവിക്കാൻ സാധ്യമല്ല. എന്തൊക്കെയോ നമ്മൾ പഠിച്ച് ബുദ്ധിയിൽ ഗ്രഹിച്ചത് എഴുതുന്നു, പറയുന്നു, മനസ്സിലാക്കുന്നു. പക്ഷേ അപരാവിദ്യയുടെ പ്രത്യേകത എന്താണ്? ചിന്തിച്ചു നോക്കൂ. ഇത് കേൾക്കും തോറും നമുക്ക് തന്നെ അനുഭവമായി മാറുന്നു. അത് പഠിച്ച് പരീക്ഷ എഴുതാനുള്ളതല്ല, നമ്മിൽ തന്നെ അനുഭവമായി മാറേണ്ടതാണ്. ഇവിടെ കാര്യരൂപമില്ലാത്തതിനാൽ ചില ബുദ്ധിഹീനന്മാർക്ക് അപ്പോൾ കാരണവും ഇല്ലാത്തതാണെന്ന് എന്ന് തോന്നിയാലോ? അതാണ് ഈ ശ്ലോകത്തിലൂടെ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്.
കാരണത്തിന് നിൽക്കാൻ കാര്യത്തിന്റെ ആവശ്യമില്ല എന്നത് പ്രത്യേകം അറിയണം. അതായത് കാണുന്നവന് നിലനിൽക്കാൻ കാണപ്പെടുന്ന വസ്തു വേണ്ട എന്നതാണ് സത്യം. കാണുന്നവന് നിലനിൽക്കാൻ കാണപ്പെടുന്ന വസ്തു വേണ്ട എന്നത്. ദൃക്കും ദൃശ്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. ദൃക്ക് കാണുന്നവനാണ്, ദൃശ്യം കാണപ്പെടുന്ന വസ്തുക്കളാണ്. രണ്ട് കണ്ടാലും വസ്തു ഒന്നേ ഉള്ളൂ. നമ്മളിൽ തന്നെ ഇതൊന്ന് വിചാരം ചെയ്ത് നോക്കണം. ഈ സത്യത്തെ നമ്മളിലേക്കൊന്ന് വിചാരം ചെയ്ത് നോക്കൂ. ഇവിടെ കാരണം എന്ന് പറയുന്നത് ഞാനാണ്. ഞാൻ കാരണത്തിൽ കാണുന്ന കാര്യങ്ങളെ കണ്ട് ഭ്രമിക്കുകയാണ്. ഞാൻ മായയിൽപ്പെട്ടവനായി. അപ്പോൾ കാര്യം കാരണമാണെന്ന് കണ്ടെത്തുന്നവൻ ബ്രഹ്മമായി, അല്ലേ? എപ്പോൾ നാം ഈ കാര്യരൂപങ്ങളെല്ലാം കാരണമാണ് എന്ന് അനുഭവിക്കുന്നുവോ അപ്പോൾ ബ്രഹ്മസ്വരൂപമായി കഴിഞ്ഞു. ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്ന്. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മമായി മാറുന്നു. അങ്ങനെ ബ്രഹ്മമായി മാറിയ പരമഗുരുവിന്റെ വാണികളാണ് നാം മനനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചം ഇല്ലാത്തതാണ്. ഇവിടെ ഇല്ലാത്തതാണ് എന്നാൽ തോന്നലാണ് എന്നാണ് ഇവിടെ ഗ്രഹിക്കേണ്ടത്. ഉണ്ടായി നിലനിന്നു മറയുന്നതെല്ലാം തോന്നലാണ്, ബ്രഹ്മമാണ്. തോന്നലിനെ യഥാർത്ഥം എന്ന് കരുതി കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ദുഃഖമുണ്ടാകുന്നത്. അപ്പോൾ താനാകുന്ന പരമകാരണ സ്വരൂപത്തിൽ ജഗത്താകുന്ന മായ തോന്നലാണെന്നും കാര്യവും കാരണവും ഒന്നു തന്നെയാണെന്നും കാരണം മാത്രമാണ് സത്യം എന്ന് അനുഭവമുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്ലോകത്തിന്റെ അർത്ഥ വിചിന്തനം ഗുരുവിൽ സമർപ്പിക്കുന്നു. ഗുരു ഓം തത്സത്.